അസ്സാം വലൈക്കും വറഹമത്തുള്ള. മുനീർ കുളമ്പലം. ഇപ്പോൾ 2 ദിവസമായിട്ട് സമസ്തൻ്റെ പ്രവർത്തകരുടെ ഇടയിൽ ഒക്കെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു ചർച്ചകൾ സാദിഖലി തങ്ങളെ കണ്ടിട്ട് ഒരു മാപ്പ് പറച്ചിലുമായിട്ട് മുക്കം ഉമർ വൈസിയും അതേപോലെ അമീദ് വൈസി അമ്പലക്കടവും ഒരിക്കലും ഒരു സമസ്തൻ്റെ പ്രവർത്തകരും വിശ്വസിക്കേ വേണ്ട. അവരെ സ്ഥാനം നിലനിർത്താനും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് സമസ്തൻ്റെ നമ്മൾ പ്രവർത്തകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്നൊരു കളിയാണ്. മാപ്പ് പറച്ചിൽ പറഞ്ഞു പോയി വന്ന ആൾക്കാർ പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് സംസാരിക്കുന്നതിൻ്റെ കോലം പിന്നെ പ്രിയപ്പെട്ട സമസ്തൻ്റെ പ്രവർത്തകരെ ശരിക്കൊന്ന് ചിന്തിച്ചോളി. സാദിഖലി തങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയത് തിരുത്തി കൊടുക്കാൻ പോയിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു ലാഘവത്തിൽ അവർ ഇരുന്നിട്ട് സംസാരിക്കണത്, അവർ പറയുന്നതും അങ്ങനെ പലതും തങ്ങൾ തെറ്റിദ്ധരിച്ച്. സമസ്ത മുഷാവറ നടക്കുന്നിടത്ത് ഒരു ഫ്ലക്സുമായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഉമർ വൈസിൻ്റെ പേര് വളരെ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ ഒപ്പരം തന്നെ പ്രസിഡന്റിനും എടുത്തു പറഞ്ഞിട്ട് അതിലൊക്കെ പറഞ്ഞിട്ട് പ്രധാനമായിട്ട് എളമരം എത്തീങ്കാനയിൽ പഠിച്ചു പോയ പല മക്കൾക്കെതിരിൽ നടന്ന ശാരീരിക ഉപദ്രവങ്ങൾക്ക് അതിനൊക്കെ കാണിച്ചിട്ട് അവർ തന്ന പരാതി സമസ്തൻ്റെ ഓഫീസിൽ വാങ്ങി വെച്ച് എന്നല്ലാതെ ഒരു നടപടി എടുത്തിട്ടില്ല. മാത്രമല്ല ജില്ലാ പോലീസ് മേധാവിൻ്റെ അടുത്തേക്ക് ഇതിൻ്റെ പരാതിയായിട്ട് ചെല്ലണ സമയത്ത് സമസ്തൻ്റെ നേതാക്കന്മാർ വിളിച്ചിട്ട് പറയാണ്, പണ്ട് JDTക്ക് സംഭവിച്ചതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ കംപ്ലീറ്റ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും അന്വേഷണം കയറും. പല സ്ഥാപനങ്ങളും കറക്റ്റായിട്ട് ഒരു കണക്കും സർക്കാരിന് കൊടുക്കാറില്ല. വളരെ കൃത്യമായിട്ട് ഉമർ വൈസി അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ ഈ ആൾക്കാർ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ആവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ഥാപനങ്ങൾക്കൊരു കേടും വിഷയങ്ങളും പറ്റും ചെയ്യൂല. അവരാ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിയതിൻ്റെ ശേഷം അവർ എന്തെല്ലാം വിഷയങ്ങൾ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമസ്തൻ്റെ വക്കീലിനെയും സമസ്തൻ്റെ ലീഗൽ സെല്ലിനെയും ഒക്കെ അവിടെ കൊണ്ടുവരാം. അതിൻ്റെ ശേഷം നിയമ നടപടിക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കയ്യിൽ നിന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്താക്കണത്, സമസ്തൻ്റെ ഓഫീസിലേക്ക് വാങ്ങിയേക്കണത്. അപ്പം ഇതിലൊക്കെ ഒരു വിരൽ ചൂണ്ടൽ സമസ്തൻ്റെ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വരും. പ്രത്യേകിച്ച് അതിൽ ജിഫ്രി തങ്ങൾ ശരിക്ക് സംസാരിക്കേണ്ട അവസരം വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ശരിക്ക് പലരുടെയും ഉപദേശം കേട്ടിട്ട് അതിനെ കച്ച കെട്ടി ഇറക്കിയിട്ട് പാണക്കാട്ടേക്ക് വിട്ടതാണ് ഉമർ വൈസി മുക്കത്തിനെയും അമീദ് വൈസി അമ്പലക്കടവിനെയും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമസ്തൻ്റെ പ്രവർത്തകരും അവരെ ഈ ഒരു പോക്ക് വരവിൽ നല്ലതായ മുന്നോട്ട് പോക്കിനുള്ള ഒരു വഴി തെളിഞ്ഞതായിട്ട് ഒരാളും കാണണ്ട. ഒരു കള്ളത്തരത്തിൻ്റെ ഒരു പടുകയിലേക്ക് സമസ്തൻ്റെ പ്രവർത്തകരെ ഒന്നും പാടെ ആക്കത്തിൽ ഒന്നും പാടെ ഉന്തി ഒന്ന് തള്ളി വിടുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഈ സമസ്തൻ്റെ നേതാക്കന്മാർ ഒരുപാട് പോലീസുകാർ മുഖാന്തരം പല സ്റ്റേഷൻ്റെ പുറത്ത് നിന്നിട്ടും പല വക്കീലന്മാരും മുഖാന്തരമൊക്കെ ഈ കുട്ടികൾക്ക് എതിരിൽ നടന്ന പല തോന്നിയാസ വിഷയങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വോയിസിലും പറഞ്ഞത്, ചിലപ്പം എന്നെ പിന്നെ കൊല്ലപ്പെട്ടേക്കാം, എനിക്കെന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചേക്കാം, എന്നാലും നിങ്ങളൊക്കെ ഈ ഓരോ വോയിസും കേൾക്കുന്ന ആളുകൾ സ്റ്റാർ ഇട്ട് വെക്കണം. ഇതൊന്നും ഒരിക്കലും കളയരുത്. നാളെ ഇത് ആവശ്യം വരും. കാരണം നമ്മളൊക്കെ പല ജോലി ചെയ്യുന്ന ആൾക്കാർ, പല യാത്ര നടത്തുന്ന ആൾക്കാർ, നമ്മളൊക്കെ എവിടെയെങ്കിലും വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചിറ ഭീമാൻ കിട്ടി മരിപ്പിക്കട്ടെ, നമ്മളൊക്കെ മക്കൾ ഈ ഒരു എളമരം എത്തിക്കാനെന്നല്ല, ഇത്തരം ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്നല്ല, ആ കുട്ടീൻ്റെ മാനം സുരക്ഷിതമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മതബോധിക വിദ്യാഭ്യാസം സുരക്ഷിതമല്ല. നമ്മളൊക്കെ പ്രവർത്തിക്കണം. സമസ്ത നമുക്ക് എന്നും വേണം. സമസ്ത കഴിഞ്ഞിട്ട് നമുക്ക് എന്തും ഉള്ളൂ. പക്ഷെ നമ്മൾ ഇന്നത്തെ സമസ്തൻ്റെ നേതാക്കന്മാരെ കണ്ടിട്ട് സമസ്തയായ ആൾക്കാരല്ല. ഇവരാരും സമസ്ത അല്ലെങ്കിലും നമ്മൾ സമസ്തയെ നമ്മൾ സ്നേഹിക്കുന്നത് സമസ്തനെയാണ്, അല്ലാതെ നേതാവിനല്ല. ആ ഒരു ചിന്ത എല്ലാ സമസ്തൻ്റെ പ്രവർത്തകരുടെ അടുത്തേക്കും ഉണ്ടാകണം. മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് നമുക്ക് സമസ്തൻ്റെ പ്രവർത്തകർക്ക് ഒരു പുത്തരിയല്ല. കാരണം എല്ലാ ദിവസവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. ഈ അമീദ് വൈസി അമ്പലക്കടവിൻ്റെയും അതേപോലെ മുക്ക ഉമർ വൈസിൻ്റെയും ഈ ഒരു പോക്കുവരവിൽ ഒരാളും അത് വിശ്വസിക്കണ്ട. സമസ്തൻ്റെ നേതൃത്വം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് എളമരം എത്തീങ്കാനയിൽ നടന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കോടികൾ കട്ടിട്ടും
ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് മുതൽച്ച് അവർക്കൊപ്പരം നിന്ന് കൊടുത്തൊരു പാരമ്പര്യം അന്ന് സമസ്തന്റെ നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ 2 മക്കൾ ജോലി ചെയ്തൊരു സ്ഥാപനമാണ് എന്നുള്ളത് ഒരാളും മറക്കാൻ പാടില്ല. തങ്ങളെ വീട്ടിക്ക് പോലും സാധനം, വീട്ട് ആവശ്യങ്ങൾക്കുള്ള സാധനം പോലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എന്ന് എളമര തീങ്കാന്റെ കമ്മിറ്റിയും പറഞ്ഞിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പല നേതാക്കന്മാരെ വരേക്കും ഇത്തരം പണം വിഷയങ്ങളൊക്കെ കൊടുക്കേണ്ടി എന്നുള്ളത് സമസ്തന്റെ പ്രസിഡന്റിന് അറിയാവുന്ന കാര്യമാണ്. ചെയ്ത തെറ്റുകൾ, കൂട്ടുന്ന തെറ്റുകളൊക്കെ മറച്ചു പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ആ സമസ്തന്റെ മുഷാവറയിൽ 2 പ്രാവശ്യം ചർച്ച ചെയ്ത് ഇത്രയും വലിയ ഗൗരവമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആദ്യം 3 അംഗ കമ്മീഷൻ, അതിന്റെ ശേഷം അത് 5 അംഗ കമ്മീഷനാക്കി ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിനെയും കൊയ്യോട് ഉസ്താദിനെയും ഉമർ ഫൈസിയെയും വഹാബുദ്ദീൻ നദി ഉസ്താദിനെയും പിന്നെ മുസ്തഫൽ ഫൈസിയെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാക്കി പാണക്കാട് സെയ്ദ് സാദിഖ് ലിതങ്ങളും റഷീദ് ലിതങ്ങളും ബഷീർ ലിതങ്ങളും എളമര തീങ്ങാന്റെ കമ്മിറ്റി, സമസ്തന്റെ ലീഗൽ സെൽ, സമസ്തന്റെ വക്കീലും തുടർന്നിട്ട് എല്ലാവരും ചർച്ച നടത്തിയിട്ട് ഈ എളമര തീങ്ങാന്റെ കമ്മിറ്റി സമസ്തയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചിന് എന്നും പാടെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാദിഖ് അലി തങ്ങളെ ഏൽപ്പിക്കുക എന്നും കൂടെ സമസ്തന്റെ തീരുമാനം വന്നതിൻ്റെ ശേഷം സാദിഖ് അലി തങ്ങള് സമസ്തക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തി. ആ കമ്മിറ്റിയെ പോലും വിളിച്ചു കൂട്ടിയിട്ട് എളമര തീങ്കാനക്ക് അത് നല്ലതായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റിയെ പോലും വിളിച്ചു ചേർത്തിട്ട് അത് ഏൽപ്പിക്കാതെ മാറി നിന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉമർ ഫൈസിയെ പോലത്തെ ആളുകൾ എളമരം എത്തീങ്കാനിൽ നിന്ന് വിഹിതം പറ്റിയതിൻ്റെ കണക്ക് പുറത്തേക്ക് വരാതെ നിൽക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ പല ആൾക്കാരും അവിടെ പാണക്കാട് സെയ്തന്മാരല്ലേ അതിൻ്റെ നേതൃത്വത്തിലുള്ളത്, അതുകൊണ്ട് അവരെല്ലാം തീർക്കേണ്ടിയല്ല, സമസ്തക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ന്യായീകരിക്കണം ഒരുപാട് സമസ്തന്റെ പ്രവർത്തകരുണ്ട്. അവരൊന്നും കുറ്റം പറയില്ല. കാരണം മൊല്ലാക്ക നിന്ന് പാത്തിയ കുട്ടികൾ മരം കയറി പാത്തുന്നതാണ്. നേതൃത്വം ഇക്കോലത്തിൽ തെറ്റിദ്ധരിപ്പിക്കലും കള്ളത്തരത്തിന് കൂട്ടുക്കലൊക്കെ ഉണ്ടാകുമ്പം അണികളെടുത്തുനിന്ന് കുറച്ചൊക്കെ അത് വരും. അത് സ്വാഭാവിക, അത്രേ നമ്മളതിനെ കാണുന്നുള്ളൂ. മാത്രമല്ല ഈ പാണക്കാട് സയ്യിദന്മാരാണ് അതിൻ്റെ നേതൃത്വത്തിൽ ഉള്ളത് എന്ന് ഈ സമസ്തന്റെ ഇന്നത്തെ നേതാക്കൾക്കും ഈ മുഷാവറ മെമ്പർമാർക്കും അറിയില്ലേനിയോ? അവരെക്കാട്ടിലും വലിയ ഒരു ചിന്താഗതിയും വിഷയങ്ങളൊക്കെ അറിഞ്ഞ പ്രവർത്തകരാണെങ്കിൽ മുഷാവറയ്ക്ക് ഈ ന്യായീകരണ തൊഴിലാളികളെ അങ്ങോട്ട് കയറ്റുക ശരിക്ക് വേണ്ടിയത്. ശരിക്ക് തലയിരിക്കുമ്പം വാലാടുന്ന ഒരു വാല് നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച സമസ്തന്റെ എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. നേതൃത്വം കൃത്യമായ രൂപത്തിൽ ഇടപെടലുകൾ നടത്തുന്നില്ല. സത്യന്തമായിട്ട് ഒരു വിഷയത്തിന്റെ ഒപ്പരം നിൽക്കുന്നില്ല. പല വിഷയങ്ങളിലും കളവിന്റെ ഒപ്പരം, തെറ്റുകാരുടെ ഒപ്പരം അവർക്ക് മൗനം പാലിച്ചൊക്കെ നിൽക്കുന്നതിന്റെ ഒരു ഗതിയാണ് ഇന്ന് സമസ്ത അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്. മാത്രമല്ല സമസ്തന്റെ ഓഫീസിലേക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു പരാതി കൊടുത്തിട്ട് മാത്രമല്ല സമസ്തന്റെ മുഷാവർ 40 അംഗ മുഷാവർ മെമ്പർമാർക്ക് എളമരം എത്തീങ്കാനുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ 20 ചില്ലാൻ ആളുകൾ പോയിട്ട് ഓരോരുത്തർക്കും കത്തി കൊടുത്തൊരു സന്ദർഭമൊക്കെ ഉണ്ടായിനി. ആരെങ്കിലും സമസ്തന്റെ മുന്നിൽ പ്രതിഷേധിച്ചോ? അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞിനിയോ 20 ചില്ലാനും വരുന്ന സമസ്തന്റെ ഓഫീസിലേക്ക് എളമരം എത്തീങ്കാനുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ പോയിട്ട് എല്ലാവർക്കും കത്ത് കൊടുത്തത് ഇല്ലല്ലോ. അവിടെയും നല്ലതായ രൂപത്തിൽ നടപടി വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് അവർ പ്രതിഷേധമായിട്ട് ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തിയത് സമസ്തന്റെ ഓഫീസിലുള്ള ആളുകൾ, സുപ്രഭാതത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ബുക്ക് ഡിപ്പോന്റെ മാനേജർ CP ഇക്ബാല് തുടങ്ങിയുള്ള ആളുകളൊക്കെ ഫ്ലക്സ് പിടിച്ചു കീറാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് എന്താണ് എന്ന് വായിച്ചു നോക്കാൻ പോലും സമയമില്ലാതെ ഇതൊക്കെ CP ഇക്ബാലൊക്കെ ബുക്ക് ഡിപ്പോന്റെ മാനേജറൊക്കെ തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറുന്നെങ്കിൽ സമസ്തന്റെ നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മ മാത്രമാണ് അവിടെയൊക്കെ തെളിവായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല ആയുധം ഉപയോഗിച്ചിട്ട് കുത്താൻ വേണ്ടിയിട്ട് വരുന്ന ഒരു അവസ്ഥയൊക്കെ സമസ്തക്കുണ്ടെങ്കിൽ ആദർശം അമാനത്താണ് എന്നല്ല, ആദർശത്തിന്റെ വർത്തമാനം പോലും ഉണ്ടാനുള്ള ഒരധികാരം, ഒരവകാശം, ഒരു അർഹത പോലും സമസ്തക്ക് ഇല്ല എന്നുള്ളത് ഇപ്പോഴത്തെ നേതൃത്വം ഈ അണികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാരണം ആശയാദർശം ഇല്ലാത്തവനാണ് ആയുധം എടുക്കല്. അതും ഇന്ന് സമസ്ത ചെയ്ത് 1.5 വർഷം മുന്നേ ഈ വിഷയങ്ങൾ ഇതേപോലെ വിളിച്ചു പറഞ്ഞ സമയത്ത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വാസ്തവ വിരുദ്ധം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ട് 1.5-2 വർഷത്തോളമായിട്ട് ഒരു ലെറ്റർ പുറത്തേക്കിട്ട് എളമരം എത്തീങ്കാനന്റെ കമ്മിറ്റി.
ഇടാൻ വേണ്ടി അത് എല്ലാ ഉപദേശം പറഞ്ഞു കൊടുത്തതും ഉമർ ഫൈസിയും ഈ ഫരീദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. കാരണം എന്താണ്, അവർക്ക് രക്ഷപ്പെടണം എങ്കിൽ ഇങ്ങനെ ഒരു ലെറ്റർ അത്യാവശ്യമാണ്. അപ്പൊ ഈ സ്ഥാപനം അങ്ങനെ ഒരു ലെറ്റർ പുറത്ത് കിട്ടു കഴിഞ്ഞാൽ ഈ കള്ളത്തരത്തിന് കൂട്ടുന്ന ഈ സ്ഥാപനത്തിനെ കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട് കൂട്ടു നിന്നോടുത്തെ ഈ ആളുകളും രക്ഷപ്പെടും. ജനങ്ങൾ വിഡ്ഢികളായിട്ട് എന്നും അതിന് ഒപ്പരം നിൽക്കും എന്നുള്ളൊരു തോന്നല് ശരിക്കും നേതൃത്വത്തിനുണ്ട്. ജനങ്ങളെ ശരിക്കും മണ്ടന്മാരാക്കാൻ ഒരു പരിധി വരെ അവർക്ക് കഴിഞ്ഞും ചെയ്ത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അളമര തിങ്ങാനയിൽ നടന്ന ഒരുപാട് വിഷയങ്ങൾ വിളിച്ചു പറയും. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ വിഷയങ്ങൾ പടച്ച റബ്ബിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു തരട്ടെ. അതേപോലെ സത്യം വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് ആവർത്തിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം, ഈ നേതൃത്വം നമ്മളെ മുന്നിൽ വന്ന് സംസാരിക്കുന്നൊരു വിഷയമാണ്. രണ്ട് വിരൽ ഉയർത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതീമുക്കൾ മക്കളെ സംരക്ഷിക്കുന്നവരും ഞാനും ഇങ്ങനെയാണ് എന്ന്. ആ ഒരു വലിയ ഒരു ദൗത്യത്തിൽ എല്ലാവരും മനസ്സാൽ പ്രാർത്ഥനാലും എല്ലാവരും പങ്കാളികളാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റ് സമസ്തൻ്റെ ഒരു വിഷയങ്ങളുമായിട്ടും ഈ വിഷയത്തെ അളമരം യതീംഖാനൻ്റെ പ്രശ്നങ്ങളെ ഒരാളും കൂട്ടിക്കെട്ടരുത്. അത് 100% നന്മയോടെ, നന്മ നിറഞ്ഞ കണ്ണോടെ മനസ്സോടെ നോക്കിക്കാണുക, സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.